എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് കരേട്ടയിൽ ബിയറർ ടോക്കൺ ഒതന്റിക്കേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ ഡെമോയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് എയർപോർട്ട് ഗ്യാപ്പ് എന്ന വെബ്സൈറ്റിലെ API ആണ്. ഈ വെബ്സൈറ്റിലെ രണ്ട് API റിക്വസ്റ്റുകൾ നമ്മൾ യൂസ് ചെയ്യും. ഇതാണ് ഫസ്റ്റ് APIയുടെ എൻഡ് പോയിന്റ്. ഈ API റിക്വസ്റ്റ് യൂസ് ചെയ്ത് നമ്മൾ ടോക്കൺ ജനറേറ്റ് ചെയ്യും. ടോക്കൺ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഈ പേലോഡ് പാസ് ചെയ്യണം. ഈ എൻഡ് പോയിന്റ് സപ്പോർട്ട് ചെയ്യുന്നത് HTTP മെത്തേഡായ പോസ്റ്റ് ആയിരിക്കും. അതിനുശേഷം സബ്സിക്വൻറ്റ് റിക്വസ്റ്റ് ആയിട്ട് ഈ API നമ്മൾ ഹിറ്റ് ചെയ്യും. ഇതിൻ്റെ HTTP മെത്തേഡ് ഗെറ്റ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് റിക്വസ്റ്റ് ഹിറ്റ് ചെയ്തപ്പോൾ കിട്ടിയ ബെയറർ ടോക്കണിൻ്റെ വാല്യൂ സബ്സിക്വൻറ്റ് റിക്വസ്റ്റിൽ നമ്മൾ റീയൂസ് ചെയ്യും. ഞാൻ ഈ വെബ്സൈറ്റ് ഓൾറെഡി ബ്രൗസർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഫസ്റ്റ് ഈ വെബ്സൈറ്റിൽ ഒരു അക്കൗണ്ട് തുടങ്ങുക. ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സിലേക്ക് ഒരു കൺഫർമേഷൻ മെയിൽ വരും. അത് കൺഫേം ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യുക. ഞാൻ ലോഗിൻ ചെയ്യുവാണ്. ഞാൻ ഓൾറെഡി അക്കൗണ്ട് കൺഫേം ചെയ്തതാണ്. ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഒതന്റിക്കേഷൻ ടോക്കൺ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. എൻ്റെ കേസിൽ ഞാൻ ഓൾറെഡി ടോക്കൺ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഡെമോയ്ക്ക് ശേഷം ഈ ടോക്കൺ റീജനറേറ്റ് ചെയ്യും. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് അക്കൗണ്ട് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ ടോക്കൺ ജനറേറ്റ് ചെയ്യുക. അതിനുശേഷം ഈ API ഡോക്യുമെൻറ്റേഷനകത്ത് നമ്മൾ ഹിറ്റ് ചെയ്യാൻ പോകുന്ന APIയുടെ ഡീറ്റെയിൽസ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ഹിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ എൻഡ് പോയിൻ്റ് ആണ്. ഇവിടെ നമ്മൾ പേലോഡായിട്ട് ഇമെയിലിൻ്റെ വാല്യൂം പാസ്വേഡിൻ്റെ വാല്യൂം JSON ആയിട്ട് പാസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബെയറർ ടോക്കൺ വാല്യൂ കിട്ടും. ടോക്കൺ എന്നൊരു കീ ആയിരിക്കും, അതോടൊപ്പം അതിൻ്റെ വാല്യൂ ഉണ്ടായിരിക്കും. നമ്മൾ വെബിൽ ജനറേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ അതേ ടോക്കൺ വാല്യൂ തന്നെയായിരിക്കും ഈ API എൻഡ് പോയിൻ്റ് നിങ്ങൾക്ക് റെസ്പോൺസ് തരാൻ വേണ്ടി പോകുന്നത്. അതിനുശേഷം ഗെറ്റ് റിക്വസ്റ്റ് നമ്മൾ ഹിറ്റ് ചെയ്യും. ഈ ഫേവറേറ്റ്സ് എന്നുള്ള ഈ എൻഡ് പോയിൻ്റ് ആയിരിക്കും നമ്മൾ ഹിറ്റ് ചെയ്യുന്നത്. ഇത് ഹിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ റെസ്പോൺസ് കിട്ടും. ഇങ്ങനെ റെസ്പോൺസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് റിക്വസ്റ്റ് കിട്ടിയ ബെയറർ ടോക്കണിൻ്റെ വാല്യൂ ഇവിടെ റീയൂസ് ചെയ്യണം. ഇനി ഞാൻ ഈ ഫ്ലോ ആദ്യമേ ബ്രൂണോയിൽ ചെയ്യും. അതിനുശേഷം ഇതേ ഫ്ലോ കരേട്ടയിൽ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. ഞാൻ ബ്രൂണോ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ബെയറർ ടോക്കൺ ഒതന്റിക്കേഷൻ എന്ന് പറഞ്ഞൊരു റിക്വസ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഫേവറേറ്റ് എയർപോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ഗെറ്റ് റിക്വസ്റ്റ് ആണിത്. ഇത് ഞാൻ ബെയറർ ടോക്കൺ വാല്യൂ കൊടുക്കാതെ ഹിറ്റ് ചെയ്യുവാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഓത്ത് എന്ന ടാബിൽ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന വാല്യൂ നോ ഓത്ത് എന്നുള്ളതാണ്. ഞാനിത് സെൻഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെ 401 സ്റ്റാറ്റസ് കോഡ് വന്നിട്ടുണ്ട്. എൻ്റെ അർത്ഥം നമുക്ക് ഈ API ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബെയറർ ടോക്കൺ ജനറേറ്റ് ചെയ്യണം. അതിനുവേണ്ടിയുള്ള ഫസ്റ്റ് APIയുടെ എൻഡ് പോയിന്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു പോസ്റ്റ് HTTP മെത്തേഡ് സപ്പോർട്ട് ചെയ്യുന്ന API റിക്വസ്റ്റ് ആണ്. ഇവിടെ ഞാൻ ബോഡിയിൽ പാസ് ചെയ്യേണ്ട ഇമെയിലിൻ്റെ വാല്യൂം പാസ്വേഡിൻ്റെ വാല്യൂം JSON ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഇമെയിലിൻ്റെ പാസ്വേഡ് ഞാൻ ഈ ഡെമോയ്ക്ക് ശേഷം ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. ഞാൻ ഇത് സെൻഡ് ചെയ്യുവാണ്. സെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ടോക്കൺ എന്ന കീക്കകത്ത് നമ്മൾ വെബിൽ ടോക്കൺ ജനറേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ അതേ വാല്യൂ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ടോക്കണിൻ്റെ വാല്യൂ സബ്സിക്വൻറ്റ് റിക്വസ്റ്റായ ഗെറ്റ് റിക്വസ്റ്റിനകത്ത് യൂസ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ഓത്തിന് ടാബിൽ പോയി ബെയറർ ടോക്കൺ എന്നുള്ള വാല്യൂ ചൂസ് ചെയ്യുന്നു. ഇവിടെ ടോക്കണിൻ്റെ വാല്യൂ പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം റിക്വസ്റ്റ് സേവ് ചെയ്യുന്നു. അതിനുശേഷം സെൻഡ് ചെയ്യുന്നു. ഇതോടെ സെൻഡ് ചെയ്തപ്പോൾ നമുക്ക് റെസ്പോൺസ് കിട്ടുകയും ചെയ്തു. അതോടൊപ്പം സ്റ്റാറ്റസ് കോഡ് 200 ആയിട്ട് വന്നിട്ടുമുണ്ട്. ഇനി നമ്മൾ ഇതേ ഫ്ലോ കരേട്ടയിൽ എങ്ങനെയാണ് ചെയ്യുന്നതാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ എക്ലിപ്സ് IDE ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. കരേട്ട API ടെസ്റ്റ് എന്ന പ്രൊജക്റ്റിനുള്ളിൽ SRC ടെസ്റ്റ് ജാവ എന്ന സോഴ്സ് ഫോൾഡറിൻ്റെ അകത്ത് ബെയറർ ടോക്കൺ ഒതന്റിക്കേഷൻ .ഫീച്ചർ എന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫീച്ചറിൻ്റെ പേര്. ഇവിടെ ഞാൻ ബാക്ക്ഗ്രൗണ്ട് സെക്ഷനിൽ ഫസ്റ്റ് ടോക്കൺ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള API ഹിറ്റ് ചെയ്യുന്നു. റിക്വസ്റ്റ് എന്ന കീവേഡ് യൂസ് ചെയ്ത് പേരോട് പാസ് ചെയ്യുന്നു. മെത്തേഡ് എന്ന കീവേഡ് യൂസ് ചെയ്ത് ഏത് HTTP മെത്തേഡാണെന്നുള്ള മെൻഷൻ ചെയ്യുന്നു. അതിനുശേഷം റെസ്പോൺസ് പ്രിൻറ്റ് ചെയ്യുന്നു. റെസ്പോൺസ് എന്ന കീവേഡിനകത്താണ് കരേട്ട കംപ്ലീറ്റ് റെസ്പോൺസ് സ്റ്റോർ ചെയ്യുന്നത്. other.token എന്ന JSON പാത്ത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ടോക്കണിൻ്റെ വാല്യൂ കിട്ടും. ആ വാല്യൂ
ടോക്കൺ എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം ഹെഡർ എന്ന കീവേഡിൻ്റെ കൂടെ ഹെഡറായിട്ട് ഓതറൈസേഷനിലേക്ക് ബിയറർ എന്ന ടെക്സ്റ്റിൻ്റെ കൂടെ ടോക്കണിൻ്റെ വാല്യൂ അപ്പൻഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന API റിക്വസ്റ്റ് ഈ സെനേരിക്ക് മുമ്പായിട്ട് എക്സിക്യൂട്ട് ആകും. ഇവിടെയാണ് ഈ ബിയറർ ടോക്കൺ യൂസ് ചെയ്തിട്ടുള്ള സെക്കൻഡ് റിക്വസ്റ്റ് ഹിറ്റ് ചെയ്യുന്നത്. ഈ സെനേരിക്കകത്ത് ഫേവറേറ്റ് എയർപോർട്ട്സിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാനുള്ള APIയുടെ ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഗെറ്റ് റിക്വസ്റ്റ് ആണ്, അതുകൊണ്ട് മെത്തേഡ് ഗെറ്റ് എന്നുള്ള മെൻഷൻ ചെയ്തിരിക്കുന്നത്. ശേഷം റെസ്പോൺസ് പ്രിന്റ് ചെയ്യിക്കുന്നു. അതിനുശേഷം സ്റ്റാറ്റസ് കോഡ് 200 ആണെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുന്നു. ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് സെക്ഷൻ ഫുള്ള് കമൻറ്റ് ചെയ്യുവാണ്. അതിനുശേഷം ഈ റിക്വസ്റ്റ് ഹിറ്റ് ചെയ്യുവാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് കുക്കുംബർ ഫീച്ചർ. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം സെനേരിയസ് 1 പാസ്റ്റ് 0 ഫെയിൽഡ് 1. നമുക്ക് റിപ്പോർട്ട് ബ്രൗസർ ഓപ്പൺ ചെയ്യാം. ബ്രൂണോയിൽ നമ്മൾ ഹിറ്റ് ചെയ്തപ്പോൾ ബിയറർ ടോക്കൺ യൂസ് ചെയ്യാതെ ഹിറ്റ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചോ അതേ കേസ് തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇവിടെ സ്റ്റാറ്റസ് കോഡ് 401 എന്നുള്ളത് വന്നിട്ടുണ്ട്, അൺഓതറൈസ്ഡ് എന്നുള്ളത്. നിങ്ങൾക്ക് റെസ്പോൺസ് നോക്കിയാൽ കാണാം. ഇതേ റെസ്പോൺസ് തന്നെയാണ് നമുക്ക് ബ്രൂണോയിലും ബിയറർ ടോക്കൺ യൂസ് ചെയ്യാതെ ഈ റിക്വസ്റ്റ് ഹിറ്റ് ചെയ്തപ്പോൾ കിട്ടിയത്. അത് തന്നെ കരേട്ടയിലും കിട്ടി. അപ്പോൾ നമുക്ക് ഇനി ബാക്ക്ഗ്രൗണ്ട് സെക്ഷൻ അൺകമൻറ്റ് ചെയ്യാം. അതിനുശേഷം ഫയൽ സേവ് ചെയ്യുന്നു. വീണ്ടും ഞാൻ ഈ ഫീച്ചർ ഫയൽ റൺ ചെയ്യുകയാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് കുക്കുംബർ ഫീച്ചർ. ഇത്തവണ ബിയറർ ടോക്കൺ ജനറേറ്റ് ചെയ്തിട്ട് അത് റീയൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിക്വസ്റ്റ് കറക്റ്റായിട്ട് വർക്കാവും. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം സെനേരിയസ് 1 പാസ്റ്റ് 1. ഇനി ഞാൻ റിപ്പോർട്ട് റിഫ്രഷ് ചെയ്യുവാണ്. നിങ്ങൾക്ക് കാണാം സ്റ്റാറ്റസ് കോഡ് 200 വന്നിട്ടുണ്ട്, റെസ്പോൺസ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സെക്ഷനിലെ റെസ്പോൺസ് നമ്മൾ പ്രിൻറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ടോക്കൺ ജനറേറ്റ് ആയി നിങ്ങൾക്ക് കാണാം. ഇത് വെബിൽ നമ്മൾ ടോക്കൺ ജനറേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ അതേ ടോക്കൺ വാല്യൂ തന്നെയാണ്. ഈ ടോക്കണിൻ്റെ വാല്യൂ ഈ ഡെമോയ്ക്ക് ശേഷം ഞാൻ ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് കരേട്ടയിൽ ബിയറർ ടോക്കൺ ഒതൻറ്റിക്കേഷൻ ചെയ്യുന്നത്. ഈ കൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്തിരിക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.